എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന കുറച്ച് സിമ്പിൾ സെൻറ്റൻസുകളാണ്. അതായത് സിനിമകളിലൊക്കെ കേൾക്കാറുള്ള കുറച്ച് സെൻറ്റൻസുകളാണ് ഇന്നിവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ വീഡിയോ കണ്ട് നോക്കൂ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യത്തെ സെൻറ്റൻസ് നോക്കാം. ആപ്കോ ഹിന്ദി ആത്തി ഹേ? ആപ്കോ ഹിന്ദി ആത്തി ഹേ എന്താണ് അതിൻ്റെ അർത്ഥം? ആപ്പ് എന്ന് പറഞ്ഞാൽ താങ്കൾ, ആപ്കോ എന്ന് പറഞ്ഞാൽ താങ്കൾക്ക്. ഓക്കെ, ആപ്കോ താങ്കൾക്ക്. ഹിന്ദി ആത്തി ഹേ, ഹിന്ദി ആത്തി ഹേ. ആത്തി ഹേ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഹിന്ദി പറയാൻ അറിയാമോ. ഓക്കെ, അറിയാമോ എന്നുള്ള അർത്ഥത്തിലാണ്. ആപ്കോ ഹിന്ദി ആത്തി ഹേ, താങ്കൾക്ക് ഹിന്ദി അറിയാമോ? ഡു യു നോ ഹിന്ദി? ആപ്കോ ഹിന്ദി ആത്തി ഹേ, താങ്കൾക്ക് ഹിന്ദി അറിയാമോ? ഡു യു നോ ഹിന്ദി? അടുത്ത സെന്റൻസ് നോക്കാം. മേ ഖാന നഹി ഖാവുങ്ക. മേ ഖാന നഹി ഖാവുങ്ക എന്താണ് ഇതിൻ്റെ അർത്ഥം? മേം എന്ന് പറഞ്ഞാൽ ഞാൻ, ഖാന എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട്. ഒന്ന് നൗണിലും ഒന്ന് വെർബിലുമാണ് വരുന്നത്. നൗൺ എന്ന് പറയുമ്പോൾ ഭക്ഷണമെന്നും വെർബില് അതിൻ്റെ അർത്ഥം കഴിക്കുക എന്നുമാണ്. അപ്പോൾ വെർബിൽ ചേഞ്ച് വരുമെന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ ഖാന എന്നുള്ള ആദ്യം കൊടുത്തിരിക്കുന്ന വാക്ക് ഭക്ഷണം എന്നുള്ള അർത്ഥത്തിലാണ്. മേ ഖാന ഞാൻ ഭക്ഷണം, നെഹി ഖാവുങ്ക ഖാവൂങ്ക എന്ന് പറയുന്നത് ഖാന എന്നുള്ളതിൻ്റെ ഫ്യൂച്ചർ ടെൻസ് ഫോമാണ്. അതായത് കഴിക്കില്ല, നെഹി ഖാവുങ്ക കഴിക്കില്ല, വിൽ നോട്ട് ഈറ്റ്. ഓക്കെ, ഖാന ഖാവൂങ്ക ഭക്ഷണം കഴിക്കും, ഖാന നെഹി ഖാവൂങ്ക ഭക്ഷണം കഴിക്കില്ല. ഓക്കെ, മേ ഖാന നെഹി ഖാവൂങ്ക ഞാൻ ഭക്ഷണം കഴിക്കില്ല, ഐ വിൽ നോട്ട് ഈറ്റ്. ഇനി ഇവിടെ സ്ത്രീലിംഗമാണെങ്കിൽ, അതായത് മേം എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് പറയുന്നതെങ്കിൽ മേ ഖാന നെഹി ഖാവുങ്കി എന്നാവും കേട്ടോ. മേ ഖാന നെഹി ഖാവുങ്കി ഞാൻ ഭക്ഷണം കഴിക്കില്ല, ഐ വിൽ നോട്ട് ഈറ്റ്. ഓക്കെ, ഇനി അടുത്ത നോക്കാം. തേരേക്കോ ജാന ഹെ തോ ജ. തേരേക്കോ ജാന ഹെ തോ ജ. തേരേക്കോ, തേര എന്ന് പറഞ്ഞാൽ നിന്റെ എന്നാണ് അർത്ഥം. തേരേക്കോ എന്നാവുമ്പോൾ നിനക്ക് എന്നുള്ള അർത്ഥമായി മാറും. നേരത്തെ നമ്മൾ പറഞ്ഞു ആപ്പ് എന്ന് പറഞ്ഞാൽ താങ്കൾ, ആപ്കോ വരുമ്പോൾ താങ്കൾക്ക്. അതുപോലെ ഇവിടെ തേരേക്കോ എന്നാവുമ്പോൾ നിനക്ക് എന്നാണ് അർത്ഥം വരുന്നത്. തേരേക്കോ ജാന, ജാന എന്ന് വെച്ചാൽ പോകുക. ഓക്കെ, ജാന പോകുക. ജാന ഹേ പോകണമെങ്കിൽ. തേരേക്കോ ജാന ഹേ തോ, തോ വരുമ്പോഴാണ് അവിടെ എങ്കിൽ. നമ്മൾ ഇംഗ്ലീഷിൽ ഈഫ് ഉപയോഗിക്കില്ലേ, അതിന് പകരമാണ് ഹിന്ദിയിൽ തോ വരുന്നത് കേട്ടോ. തെരേക്കോ ജാന ഹേ തോ നിനക്ക് പോകണമെങ്കിൽ. ഓക്കെ, ജ, ജ എന്ന് വെച്ചാൽ പോ. ജ എന്ന് നമ്മൾ തീർത്തും റെസ്പെക്റ്റ് ഇല്ലാതെ പറയുന്നതാണ്. പോ അല്ലെ, വാ, താ എന്നൊക്കെ നമ്മൾ പറയും അല്ലെ. അത് ഹിന്ദിയിലും നല്ല വ്യത്യാസമുണ്ട്. ജ, ജാവോ ജായേ, ആ, ആവോ ആയേ, പഡ്, പടോ പടിയേ. കണ്ടോ, അങ്ങനെ ഓരോ ഫോം ഉണ്ട് അതിന്. അതിൽ അർത്ഥ വ്യത്യാസമുണ്ട്. ജാന്ന് നമ്മൾ ഒട്ടും റെസ്പെക്റ്റ് ഇല്ലാതെ മക്കളോടോ അല്ലെങ്കിൽ സെയിം ഏജിലുള്ള ഫ്രണ്ട്സിനോടോ ഒക്കെ പറയുമ്പോഴാണ് നമ്മൾ ജ, തു പഡ്, തുല്ലിക് എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പൊ ഇവിടെ അർത്ഥം തേരേക്കു ജാന ഹെത്തു ജ, തേരേക്കു നിനക്ക്, ജാന ഹെത്തു ജാന പോകുക, ജാന ഹെത്തു പോകണമെങ്കിൽ, ജ പോ അല്ലെ. തേരേക്കു ജാന ഹെത്തു ജ നിനക്ക് പോകണമെങ്കിൽ പോ. അപ്പോൾ പോകണമെങ്കിൽ പോ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇഫ് യു വാണ്ട് ടു ഗോ ദെൻ ഗോ. ഏക് ബാത് കഹു, ഏക് ബാത് കഹു ഇവിടെ നമ്മളൊരു അനുവാദം ചോദിക്കുന്ന പോലെയാണ്. ഏക് ബാത് കഹു. ഓക്കെ, ഏക് എന്ന് വെച്ചാൽ ഒരു, ബാത് എന്ന് പറഞ്ഞാൽ കാര്യം. ഏക് ബാത് ഒരു കാര്യം. കഹു, കഹന എന്ന് പറഞ്ഞാൽ പറയുക. ഓക്കെ, കഹു എന്ന് ചോദിക്കുകയാണ്, പറയട്ടെ. ഓക്കെ, നമ്മൾ പെർമിഷൻ ഉണ്ടെങ്കിൽ പറയാം എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത്. ഏക് ബാത് കഹു ഒരു കാര്യം പറയട്ടെ. ഏക് ബാത് കഹു ഒരു കാര്യം പറയട്ടെ. ഷാൾ ഐ സേ സംതിങ്. ഏക് ബാത് കഹു ഒരു കാര്യം പറയട്ടെ. ഷാൾ ഐ സേ സംതിങ്. मैं आपसे एक बात और कहना चाहता हूँ. मैं आपसे एक बात और कहना चाहता था. मैं आपको एक बात और कहना चाहता था. मैं ഞാൻ, ആപ്സെ ആപ് താങ്കൾ, ആപ്സെ താങ്കളോട്. ഓക്കെ, മേ ആപ്സെ ഞാൻ താങ്കളോട്, ഏക് ബാത് നേരത്തെ പഠിച്ചു, ഏക് ഒരു, ബാത് കാര്യം, ഞാൻ താങ്കളോടൊരു കാര്യം, ഓർ ക്യാന അതായത് ഓർ എന്ന് വെച്ചാൽ ഒരു കാര്യം കൂടി അല്ലെ, ഒരു കാര്യം കൂടി, കഹന, കഹന പറയുക.
ഓക്കെ, മേ ആപ്സെ എക് ഓർ ബാത് കഹന അല്ലെങ്കിൽ മേ ആപ്സെ എക് ബാത് ഓർ കഹന ചാത്താത. ചാഹ് മീൻസ് ആഗ്രഹം. ചാത്താത എന്ന് വരുമ്പോൾ ആഗ്രഹം ഉണ്ടായിരുന്നു. ധാ വരുന്ന എപ്പോഴാണ്? പാസ്റ്റില് പറയുന്ന കാര്യമാണ്. ഉണ്ടായിരുന്നു, എനിക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. മേ ആപ്സെ എക് ബാത് ഓർ कहना चाहता था. ഞാൻ താങ്കളോട് ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിച്ചിരുന്നു. ഐ വാണ്ടഡ് ടു സേ വൺ മോർ തിങ് ടു യു. ഓക്കെ, ഐ വാണ്ടഡ് ടു സേ വൺ മോർ തിങ് ടു യു. നെക്സ്റ്റ്, നീ ബിൽക്കുൽ നെയ്. നെയ് എന്ന് വെച്ചാൽ ഇല്ല. ബിൽക്കുൽ നെയ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരിക്കലും ഇല്ല അല്ലെ? നീ ബിൽക്കുൽ നെയ്, ഇല്ല, ഒരിക്കലുമില്ല. നോ, നോട്ട് അറ്റ് ഓൾ. മേരാ ഭായി തു നീ. മേരാ ഭായി തു നീ. മേരാ മീൻസ് എൻ്റെ, ഭായി മീൻസ് സഹോദരൻ, ബ്രദർ. മേരാ ഭായി എൻ്റെ സഹോദരൻ. തോ നെഹി. തോന്ന് വെച്ചാ അങ്ങനെ ഒന്നും അല്ലെ? മേരാ ഭായി തു നീ, എൻ്റെ സഹോദരനൊന്നും അല്ലല്ലോ. ഓക്കെ, മേരാ ഭായി തു നീ, എൻ്റെ സഹോദരനൊന്നും അല്ലല്ലോ. നേരത്തെ നമ്മൾ തോയുടെ മീനിങ് ഈഫ് എന്ന് പഠിച്ചിരുന്നു. പക്ഷെ ഇവിടെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചെറിയൊരു വ്യത്യാസം വരുന്നത്, നമ്മൾ അങ്ങനെയൊന്നും അല്ലല്ലോ, അങ്ങനെയൊന്നും എന്നുള്ള അർത്ഥത്തിൽ ഇവിടെ തോ ഉപയോഗിക്കുന്നുണ്ട്. മേരാ ഭായി തു നീ, എൻ്റെ സഹോദരനൊന്നും അല്ലല്ലോ. ഓക്കെ, നോട്ട് മൈ ബ്രദർ ഒരു ക്വസ്റ്റ്യൻ പോലെയാണ്. അവനാരാ? എൻ്റെ സഹോദരനൊന്നും അല്ലല്ലോ എന്ന് നമ്മൾ പറയില്ലേ, അതുപോലെ. മേരാ ഭായി തു നീ, എൻ്റെ സഹോദരനൊന്നും അല്ലല്ലോ. നോട്ട് മൈ ബ്രദർ. ഓക്കെ, തും ഖുഷ് ഹോന. തും ഖുഷ് ഹോന. തും മീൻസ് നീ അല്ലെങ്കിൽ നിങ്ങൾ. ഖുഷ് മീൻസ് ഹാപ്പി. ഹോ ആവുക. ഓക്കെ, തും ഖുഷ് ഹോന. ന എന്ന് പറയുന്നത് അല്ലേ എന്ന് ചോദിക്കാനാണ്. അല്ലാതെ ഇവിടെ നെഗറ്റീവ് ആയിട്ടല്ല പറയുന്നത്. നീ ഹാപ്പി അല്ല എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഹാപ്പി അല്ലേ എന്ന് നമ്മളൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുമ്പോൾ ആ രീതിയിൽ ചോദിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ ന ചേർക്കുന്നത്. ഓക്കെ, തും ഖുഷ് ഹോന. തും വരുമ്പോൾ എന്തെങ്കിലും ഹോ വരും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഒരു ചോദ്യം ചോദിക്കുന്ന സ്റ്റൈലിൽ വരുമ്പോൾ തും ഖുഷ് ഹോന, നീ ഹാപ്പി അല്ലേ. ഓക്കെ, ആർ യു ഹാപ്പി? യ സുൻകർ ക്യാ തും ഖുഷ് ഹോ. യ സുൻകർ ക്യാ തും ഖുഷ് ഹോ. യ മീൻസ് ഇത്. യ ഇത്. സുൻകർ, സുന്ന എന്ന് പറഞ്ഞാൽ കേൾക്കുക എന്നാണ് അർത്ഥം. സുന്ന കേൾക്കുക. സുൻകർ എന്ന് പറഞ്ഞാൽ കേട്ടിട്ട്. ലിഖന എഴുതുക. ലിഖ്കർ എഴുതിയിട്ട്. പഠന പഠിക്കുക അല്ലെങ്കിൽ വായിക്കുക. പഠിക്കർ വായിച്ചിട്ട്. ഓക്കെ, അങ്ങനെ അർത്ഥം വരും. അപ്പൊ കർ ചേരുമ്പോൾ വരുന്ന വ്യത്യാസമാണ് പറഞ്ഞത്. യ സുൻകർ ഇത് കേട്ടിട്ട്. യ സുൻകർ ഇത് കേട്ടിട്ട്. ക്യാ തും ഖുഷ് ഹോ. ഖുഷ് ഹോ അത് നമ്മൾ നേരത്തെ പറഞ്ഞു ഹാപ്പി ആണോ. തും ഖുഷ് ഹോ, നീ ഹാപ്പി ആണോ. അവിടെ ക്യാ വരുന്നത് ചോദ്യത്തിന്റെ ഭാഗമായിട്ടാണ്. ഓക്കെ, യ സുൻകർ ക്യാ തും ഖുഷ് ഹോ, ഇത് കേട്ടിട്ട് നീ ഹാപ്പി ആണോ. യ സുൻകർ ക്യാ തും ഖുഷ് ഹോ, ഇത് കേട്ടിട്ട് നീ ഹാപ്പി ആണോ. ആർ യു ഹാപ്പി ടു ഹിയർ ദിസ്. ആർ യു ഹാപ്പി ടു ഹിയർ ദിസ്. ഒന്നുകൂടെ നോക്കാം. യ സുൻകർ ക്യാ തും ഖുഷ് ഹോ, ഇത് കേട്ടിട്ട് നീ ഹാപ്പി ആണോ. ആർ യു ഹാപ്പി ടു ഹിയർ ദിസ്. മേ കുച്ച് സംജാ നഹി. മേ കുച്ച് സംജാ നഹി എന്താണ് അർത്ഥം നോക്കാം. മേം എന്ന് പറഞ്ഞാൽ ഞാൻ. മേം ഞാൻ. കുച്ച് എന്ന് പറഞ്ഞാൽ ഒന്നും, അതായത് കുറച്ചു പോലും. സംജ എന്ന് വെച്ചാൽ എന്താ? സമജ്ന എന്ന് പറഞ്ഞാൽ മനസ്സിലാവുക എന്നാണ് അർത്ഥം. സമജ്ന മനസ്സിലാവുക. സംജ നഹി എന്ന് പറഞ്ഞാൽ എന്താ? സമജ്നയുടെ പാസ്റ്റ് ടെൻസ് ആണ്. മനസ്സിലായി. സംജ മനസ്സിലായി. സംജ നഹി എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. സംജ നഹി മനസ്സിലായില്ല. മേ കുച്ച് സംജ നഹി, എനിക്ക് ഒന്നും മനസ്സിലായില്ല. ഓക്കെ, ഇവിടെ മേം എന്നുള്ളത് എന്താണ്? എനിക്ക് എന്നുള്ള അർത്ഥത്തിൽ അർത്ഥം മാറുന്നുണ്ട് പാസ്റ്റ് ടെൻസ് ആയപ്പോൾ. മേ കുച്ച് സംജ നഹി. ഓക്കെ, എനിക്കൊന്നും മനസ്സിലായില്ല. ഐ ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ് എനിത്തിങ്. ഐ ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ് എനിത്തിങ്. മേ കുച്ച് സംജ നഹി, എനിക്കൊന്നും മനസ്സിലായില്ല. ഐ ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ് എനിത്തിങ്. അടുത്ത സെന്റൻസ് നോക്കാം. ബതായ തോ നെയ് മുझे. ബതായ തോ നെയ് മുझे. ബതായ തോ നെയ്. ബത്താന എന്ന് പറഞ്ഞാൽ പറയുക. ബത്താന പറയുക. ബത്തായ എന്ന് പറഞ്ഞാൽ പറഞ്ഞു. ബത്തായ തോ നെയ് എന്ന് പറഞ്ഞാലോ പറഞ്ഞു പോലുമില്ല, അതിന്റെ നെഗറ്റീവായി. ബത്തായ എന്ന് പറഞ്ഞാൽ പറഞ്ഞു. ബത്തായ തോ നെയ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു പോലുമില്ല. ബത്തായ തോ നെയ് പറഞ്ഞു പോലുമില്ല. മുझे എന്ന് വെച്ചാൽ മുझे എന്ന് പറഞ്ഞാൽ എന്നെയാണ്. പക്ഷെ ഇവിടെ
എന്നോട് എന്നുള്ള അർത്ഥത്തിലാവും ബത്തായത്തു നീ മുജെ, എന്നോട് പറഞ്ഞു പോലുമില്ലല്ലോ, അല്ലെ, എന്നോട് പറഞ്ഞില്ലല്ലോ, നമ്മൾ പരാതി പറയില്ലേ, അത് തന്നെയാണ് ബത്തായത്തു നീ മുജെ, എന്നോട് പറഞ്ഞില്ലല്ലോ. യു ഡിഡിൻ ടെൽ മീ, യു ഡിഡിൻ ടെൽ മീ. ബത്തായത്തു നീ മുജെ, എന്നോട് പറഞ്ഞില്ലല്ലോ, യു ഡിഡിൻ ടെൽ മീ. തുമാര നമ്പർ ദേദോ മുജെ, തുമാര നമ്പർ ദേദോ മുജെ, തുമാര നമ്പർ ദേദോ മുജെ. തുമാര നമ്പർ, തുമാര എന്ന് പറഞ്ഞാൽ നിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ, നമ്പർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്പർ തന്നെ, മൊബൈൽ നമ്പർ. ഓക്കെ, തുമാര നമ്പർ നിങ്ങളുടെ നമ്പർ, നിന്റെ നമ്പർ അല്ലെങ്കിൽ നിങ്ങളുടെ നമ്പർ. ദേദോ, ദേദോ എന്ന് പറഞ്ഞാൽ തരൂ. ഓക്കെ, ഗൗമി, ദേദോ മുജെ, മുജെ എനിക്ക്. തുമാര നമ്പർ ദേദോ മുജെ, തുമാര നമ്പർ നിങ്ങളുടെ നമ്പർ, ദേദോ തരൂ. ഓക്കെ, മുജെ എനിക്ക്. ഓക്കെ, തുമാര നമ്പർ ദേദോ മുജെ, നിങ്ങളുടെ നമ്പർ എനിക്ക് തന്നേക്ക്. ഗമി യോർ നമ്പർ, തുമാര നമ്പർ ദേദോ മുജെ, നിങ്ങളുടെ നമ്പർ എനിക്ക് തന്നേക്ക്. ഗമി യോർ നമ്പർ. ശരിക്കും പറഞ്ഞാൽ ഇത് കറക്റ്റ് സെന്റൻസിന്റെ ഫോർമാറ്റ് അല്ല സംസാരിക്കുമ്പോൾ വരുന്നത്. കറക്റ്റ് സെന്റൻസിലാവുമ്പോൾ മുജെ തുമാര നമ്പർ ദേദോ എന്നാണ് വരേണ്ടത്. ഓക്കെ, മുജെ തുമാര നമ്പർ ദേദോ, എനിക്ക് നിന്റെ നമ്പർ തരൂ. പക്ഷേ നമ്മൾ സംസാരിക്കുമ്പോൾ ആ എഴുതുന്ന രീതിയിലല്ല സംസാരിക്കാറുള്ളത്. അതുകൊണ്ടാണ് ഇത് തിരിഞ്ഞു വന്ന് ലാസ്റ്റ് മുജെ എന്നുള്ള വാക്ക് വരുന്നത്. ഓക്കെ, തുമാര നമ്പർ ദേദോ മുജെ, നിന്റെ നമ്പർ എനിക്ക് തന്നേക്ക്. മലയാളത്തിലും അങ്ങനെ തന്നെയല്ലേ, എനിക്ക് നിന്റെ നമ്പർ തരൂ എന്നാണ് നമ്മൾ എഴുതുമ്പോൾ വരുന്നത്. പക്ഷെ പറയുമ്പോൾ നിന്റെ നമ്പർ എനിക്ക് തന്നേക്ക്, അല്ലെങ്കിൽ നിന്റെ നമ്പർ എനിക്ക് താ എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ ആ വ്യത്യാസം തന്നെ ഹിന്ദിയിലും ഉണ്ട് കേട്ടോ. തും ജാൻതി ഹോ കി തുമാരെ ബിന മൈ കിतना अकेला हो जाऊंगा, तुम जानती हो कि तुम्हारे बिना मैं कितना अकेला हो जाऊंगा. തും ജാൻതി ഹോ കി, തും മീൻസ് നീ അല്ലെങ്കിൽ നിനക്ക്, ജാൻതി ഹോ, ജാന എന്ന് പറഞ്ഞ അറിയുക. തും ജാൻതി ഹോ, നിനക്കറിയാമോ. ഓക്കെ, തും ജാൻതി ഹോ, നിനക്കറിയാമോ. എന്ത്, കീ, കീ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ അതിൻ്റെ ആ അറിയാമോ, എന്തറിയാമോ എന്ന് പറയുന്നതിന് മുന്നേ ആയിട്ടാണ് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് ഈയുടെ ചിഹ്നം ഇട്ടിട്ടുള്ള കീ യൂസ് ചെയ്യുന്നത്. റൈറ്റ് സൈഡിലേക്കുള്ള കീ ആണെന്നാണെങ്കിൽ അതിനർത്ഥം വേറെ വ്യത്യാസം വരും. അതായത് സീതയുടെ പുസ്തകം എന്ന് പറയുമ്പോൾ സീത കി കിതാബ്, അവിടെ കീ റൈറ്റ് സൈഡിലേക്കാണ്, അതിൻ്റെ അർത്ഥം വേറെ, ഇതിൻ്റെ അർത്ഥം വേറെ. ഇപ്പം ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ കീ ഇടുന്നത് എപ്പോഴാണ്, എന്തെങ്കിലും കാര്യം അതിൻ്റെ കണ്ടിന്യൂഷൻ പറയാൻ തുടങ്ങുന്നതിന് മുന്നേ അത് സൂചിപ്പിക്കാനാണ് കീ ചേർക്കുന്നത്. തും ജാൻതി ഹോ, നിനക്കറിയാമോ. എന്ത്, തും ജാൻതി ഹോ കി തുമാരെ ബിന, തുമാരെ എന്ന് പറഞ്ഞാൽ നിന്റെ, ബിന എന്ന് പറഞ്ഞാൽ ഇല്ലാതെ, തുമാരെ ബിന വിത്തൗട്ട് യു, നീ ഇല്ലാതെ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളില്ലാതെ. മേ, മേ എന്ന് വെച്ചാൽ ഞാൻ. കിത്തന, കിത്തന എന്ന് പറഞ്ഞാൽ എത്രത്തോളം. ഓക്കെ, എത്രമാത്രം. അക്കേല എന്ന് വെച്ചാൽ എലോൺ, അക്കേല മീൻസ് എലോൺ. ഹോ ജാവുങ്ക, ആവും. ഓക്കെ, അക്കേല ഹോ ജാവുങ്ക, ഒറ്റപ്പെട്ടു പോവും അല്ലെങ്കിൽ ഒറ്റയ്ക്കായി പോകും എന്നാണ് അർത്ഥം. ഒന്നുകൂടി പറയാം. തും ജാൻതി ഹോ, നിനക്കറിയാമോ. കി തുമാരെ ബിന, നീയില്ലാതെ. മേ കിത്തന, ഞാൻ എത്രമാത്രം. അക്കേല ഹോ ജാവുങ്ക, ഒറ്റപ്പെട്ടു പോകും. ഹോ ജാവുങ്ക, ഫ്യൂച്ചറിലെ കാര്യമാണ്. അങ്ങനെ ഞാൻ ഒറ്റയ്ക്കായി പോകും, ആയി പോകും, അതാണ് ഹോ ജാവുങ്ക. ഓക്കെ, തും ജാൻതി ഹോ കി തുമാരെ ബിന മേ കിത്തന അക്കേല ഹോ ജാവുങ്ക, നിനക്കറിയാവോ നീ ഇല്ലാതെ ഞാൻ എത്രമാത്രം ഒറ്റപ്പെട്ടു പോകുമെന്ന്. ഡു യു നോ ഹൗ ലോൺലി ഐ വിൽ ബി വിത്തൗട്ട് യു, ഡു യു നോ ഹൗ ലോൺലി ഐ വിൽ ബി വിത്തൗട്ട് യു. ഇത്തരത്തിൽ വലിയ സെന്റൻസുകൾ വരുമ്പോൾ നിങ്ങൾ പയ്യെ പയ്യെ ഒന്ന് നിർത്തി വായിച്ച് ആ വലിയ സെന്റൻസിനെ ഒരു 2-3 സെന്റൻസ് ആക്കി കട്ട് ചെയ്ത് നോക്കുവാണെങ്കിൽ അർത്ഥം പെട്ടെന്ന് ഇതുപോലെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അടുത്ത് നോക്കാം. തും വാപ്പസ് ആ ജാവോ, തും വാപ്പസ് ആ ജാവോ. തും എന്ന് പറഞ്ഞാൽ നീ അല്ലെങ്കിൽ നിങ്ങൾ. വാപ്പസ് ആന എന്ന് പറഞ്ഞാൽ എന്താ, തിരിച്ചു വരിക. തും വാപ്പസ് ആ ജാവോ, ആ ജാവോ തിരിച്ചു വാ. ഓക്കെ, വാപ്പസ് ആ ജാവോ തിരിച്ചു വാ എന്നാണ് അർത്ഥം. തും വാപ്പസ് ആ ജാവോ, തും മീൻസ് നീ അല്ലെങ്കിൽ നിങ്ങൾ, വാപ്പസ് എന്ന് പറഞ്ഞാൽ തിരിച്ച്, ആ ജാവോ എന്ന് പറഞ്ഞാൽ വരൂ. ഓക്കെ, തും വാപ്പസ് ആ ജാവോ, നീ തിരിച്ചു വാ അല്ലെങ്കിൽ നീ തിരിച്ചു വരൂ. യു കം ബാക്ക്, യു കം ബാക്ക്. തും വാപ്പസ് ആ ജാവോ, നീ തിരിച്ചു വാ. യു കം ബാക്ക്.
ഇനി തിരിച്ചു പോകുന്നാണെങ്കിൽ ജാവോ എന്ന് കൊടുത്താൽ മതി കേട്ടോ. തും വാപ്പസ് ജാവോ, നീ തിരിച്ചു പോകൂ. ആ ജാവോ എന്ന് പറയുമ്പോൾ തിരിച്ചു വാ, പോകൂന്നാവുമ്പോൾ അവിടെ ആ മാറ്റി ജാവോ എന്നാക്കി കൊടുക്കുക. തും വാപ്പസ് ജാവോ, നീ തിരിച്ചു പോ, യു ഗോ ബാക്ക്. ഓക്കെ. അടുത്തത് മേ ഷാദി ശുദാ ഹൂ. മേ ഷാദി ശുദാ ഹൂ. മേ ഷാദി ശുദാ ഹൂ. മേം എന്ന് പറഞ്ഞാൽ ഞാൻ. ഞാനിപ്പോൾ ഇതാണ്. എന്താണ്? ഷാദി ശുദ. ഞാനിപ്പോൾ ഷാദി ശുദയാണ്. ഷാദി ശുദ എന്ന് പറഞ്ഞാൽ വിവാഹം കഴിഞ്ഞ ആളുകളെയാണ് നമ്മൾ ഷാദി ശുദ എന്ന് പറഞ്ഞാൽ വിവാഹിതയാണ് അല്ലെങ്കിൽ വിവാഹിതനാണ് എന്ന് പറയാനാണ് ഷാദി ശുദ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. മേ ഷാദി ശുദ ഹൂ. മേം വരുമ്പോൾ എന്തെങ്കിലും ഹും വരും. എപ്പോൾ? ഞാനിപ്പോൾ അങ്ങനെയാണ് എന്ന് പറയുമ്പോൾ അല്ലേ. മേ ഷാദി ശുദ ഹൂ, ഞാൻ വിവാഹിതനാണ് അല്ലെങ്കിൽ ഞാൻ വിവാഹിതയാണ്. ഐ ആം മാരിഡ്. മേ ഷാദി ശുദ ഹൂ, ഞാൻ വിവാഹിതനാണ് അല്ലെങ്കിൽ ഞാൻ വിവാഹിതയാണ്. ഐ ആം മാരിഡ്. അപ്പോൾ ഇത്രയും സെൻറ്റൻസുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ഉറപ്പായി ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഇഷ്ടങ്ങൾ ഞങ്ങൾ അറിയുന്നത് നിങ്ങളുടെ ലൈക്കിലൂടെയും കമൻറ്റിലൂടെയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഇതുപോലുള്ള യൂസ്ഫുൾ കണ്ടന്റുമായിട്ട് നമുക്ക് ഉടൻ കാണാം.